കർത്താവിന്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് ഗിലെയാദിലെ തിസ്ബയിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവ് എന്നാണ് ചരിത്രം പറയുന്നത്. ഗിലെയാദിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് മലഞ്ചരിവുകളാണ്. അവിടെ എന്തുണ്ട്? ലോകത്തിലേക്ക് ഏറ്റവും വലിയ കോസ്റ്റ്ലി പെർഫ്യൂമുള്ള സ്ഥലമാണേത് ഗിലെയാദ്. അന്നത്തെ ലോകത്തിലേക്ക് ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധമായ ഈജിപ്തിലേക്ക് അവിടുത്തെ ചക്രവർത്തിമാര് കൊട്ടാരത്തിൽ ഉപയോഗിക്കുന്ന വില കൂടിയ കോസ്റ്റ്ലി പെർഫ്യൂം ഉണ്ടാകുന്നത് ഗിലെയാദിൽ നിന്ന്. അങ്ങനെ ഗിലെയാദിൽ നിന്ന് ഈ സുഗന്ധ പശകളും അതുപോലെയുള്ള സാമ്പ്രാണികളും പെർഫ്യൂമായിട്ട് പോകുന്ന വഴിക്കാണ് ഇസ്മായേലിയ കച്ചവടക്കാർ എന്ത് ചെയ്തത്? ആരെ കാണുന്നത്? ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്ത് വിൽക്കപ്പെടുന്ന ആ ഒരു സന്ദർഭം. ഇപ്പൊ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ വിലയേറിയ പെർഫ്യൂം ഉള്ള, അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഉള്ള, അതിൻ്റെ സാധ്യതകൾ ധാരാളമുള്ള ഒരു സ്ഥലത്ത് നിന്ന് രംഗപ്രവേശനം ചെയ്യുകയാണ് ആര്? ഏലിയാവ്. ഒരു ദൂത് ഞാൻ പറയാം, ജോലിയില്ലാഞ്ഞിട്ടോ വളരാൻ സാധ്യതയില്ലാഞ്ഞിട്ടോ ഒന്നും ഈ മാർഗത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതല്ല. ഇത് ദൈവനിയോഗത്താൽ ഇറങ്ങിത്തിരിച്ചതാ. ദൈവനിയോഗത്താൽ ഇറങ്ങിത്തിരിച്ചവരെ ദൈവം മാനിക്കും. ദൈവനിയോഗത്താൽ ഇറങ്ങിത്തിരിച്ചവരെ എവിടെങ്കിലും കൊണ്ടിടാനല്ല ദൈവം ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത്. ദൈവഹിതപ്രകാരം ഇറങ്ങിത്തിരിച്ചവരെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ദൈവം വിശ്വസന.